താരീഖും പറ്റില്ല. കെട്ടിച്ചു തന്നു ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അങ്ങനെ ആയാൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, പറ്റോ? നിക്കാഹിനെ തഅലീഖാക്കൽ സ്വഹിയാവൂല. വലാ യസിഹു തഅലീഖുഹു ഫയഫ്സുദു ബിഹി കൽബൈഇ ബൽ ഔലാ. ഫസാദ് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട് ഏതാണ്? എന്തായാലും പോയ തന്നെ അത് വല്ല ഔലാന്റെ തെളിവാണ്. സൂക്ഷ്മത അധികമായത് കൊണ്ട് ഇവിടെ അപ്പൊ അതിന് മിശാലാണ് പറയുന്നത്. വല ഉച്ചിറ കണക്കനുസരിച്ച് പാവ് കൊടുക്കാൻ പറ്റട്ടായിരുന്നു. ഇനി പറയുന്നത് ഉദാഹരണങ്ങളാണ്. വലോ ഉച്ചിറബി വലദീൻ, തന്നെ സന്തോഷം അറിയിക്കപ്പെട്ടു. എന്ത്? അതായത് നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് വിവരം പറഞ്ഞത്. ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ ഇയാൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. ഇത് ഫഖാല ലിമൻ ഇൻദഹു, അങ്ങനെ ഭർത്താവ് പറഞ്ഞു അടുത്തുള്ള ആളോട്, ഇൻകാനത്ത് ഉൻസ ഫഖദ് സബ്ബജ്തുകഹ, ആണോ പെണ്ണോ എന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. വല്ല കാരണത്താലും പെണ്ണാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു. ഭൂമിയിൽ ഭൂജാതനാകേല വേണ്ടു. വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് വയസ്സിന് കണക്കുണ്ടോ? കബില, അങ്ങനെ അയാൾ കബൂലും ചെയ്തു. നിങ്ങളുടെ പ്രസവിക്കപ്പെട്ട കുട്ടി പെണ്ണാണെങ്കിൽ എനിക്ക് കെട്ടിച്ചു തന്നത് ഞാൻ സ്വീകരിച്ചു. സുമ്മബാനത്തൂസാ, പിന്നെ നോക്കുമ്പോഴേക്ക് ഖൈറന്നെ എന്താണ് സുമ്മബാന ഉൻസ, ആ കുട്ടി ആരാണെന്ന് തെളിഞ്ഞു. ഇക്കാര്യം ശരിയാവോ? എന്നെ തിരക്കുന്നേ സീത മാറ്റണോ? ഒന്നും അറിയുന്നതിന് മുമ്പാ തീരുമാനം പറഞ്ഞത്. പെണ്ണാണെങ്കിൽ കെട്ടിച്ചു തന്നു, അല്ലെങ്കിൽ ഇല്ല പോലും. പെണ്ണാണെങ്കിൽ ഞാൻ സ്വീകരിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും അന്തിമാക്കിയിട്ട് വേണം സംസാരിക്കാൻ. പെണ്ണാണെങ്കിൽ കെട്ടിച്ചു തന്നു എന്നല്ല പറയണം. പെണ്ണാണ് എന്ന് ആദ്യം ഉറപ്പിക്കുക, എന്നിട്ടാണ് എന്ത് വേണ്ടി കെട്ടിക്കല് അല്ലേ? ഔ ഖാല ശഖ്സുൻ ലിആഖറ, ഔ ഖാല ശഖ്സുൻ ലിആഖറ, ഇൻ കാനതു ബിന്തി തുല്ലിഖത്ത് വഅതദ് ഫഖദ് സബ്ബജ്തുകഹ, എന്റെ മകൾക്ക് ഇപ്പോൾ ഒരു ഭർത്താവ് നിലവിലുണ്ട്. വല്ല കാരണത്താലും തലാഖാവുകയും ഇദ്ദ തീരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതാ ഇണയാക്കി തന്നിരിക്കുന്നു. ഞാൻ അറിയില്ല എന്താണ് എൻ്റെ മകൾ തലാഖ് ചൊല്ലപ്പെട്ടോ ഇല്ലയോ അതറിയില്ല. തലാഖ് ചൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഇദ്ദ തീർന്നോ ഇല്ല അറിയില്ല. ഇത് സങ്കല്പം വെച്ച് പറഞ്ഞു. ഫഖബില കൂടാതെ അതിനത്തിലേക്ക് കെട്ടിക്കാൻ സമ്മതവും കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് സമ്മതം വേണ്ടേ? അവക്കാലത്ത് വിക്രാൻ, അല്ലെങ്കിൽ ഈ പെണ്ണ് ഇപ്പോഴും ആരാണ്? ഇപ്പൊ എന്ത് വേണ്ട? ഇദ്ദ വന്നത് ഇപ്പോഴും വിക്രാണെങ്കിൽ ഇങ്ങനെ ഇദ്ദവാക്കിയാൽ ഇതെങ്ങനെ വലിയ കുത്തിവെച്ചത് അല്ലെങ്കിൽ ദൂരിൽ സംയോഗം ചെയ്തത് ഇദ്ദ വരൂലേ? ഔകാലാനി മൂന്നാമത്തെ രൂപം, മുത്തുലാനിന്റെ മൂന്നാമത്തെ രൂപം, ലിമൻ തഹ്തഹു അർബഉൻ ഇൻകാനത്ത് ഇഹ്ദാഹുന്ന മാതത്ത്, ഒരു പെണ്ണ് മരിക്കാൻ സാധ്യതയുണ്ട്. മരിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് 4 പൂർത്തിയാക്കണ്ടേ? ഇനി എൻ്റെ മകളെ പിടിച്ചോളി. നിങ്ങളെ 4-ൽ നിന്ന് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് 4 അത് നേരെ ഹയാത്തിലുണ്ടോ അതറിയില്ല പോലും, ഉണ്ടാവും ചിലപ്പോ. 4 ഉണ്ടായിന്. അതിൽ നിന്ന് വല്ലതും മരിച്ചിട്ടുണ്ടെങ്കിൽ പകരമായിട്ട് ആരെ കെട്ടിച്ചു തന്നു? നിങ്ങൾക്ക് 4 വേണ്ടേ? അപ്പൊ കബില ഇത്രയും സ്ഥലത്തെന്താ ഇവിടെയെല്ലാം പ്രശ്നം. സീഗ ഫസാദായി പോയി. താരീഖ് കുടിക്കാൻ തന്നെ താരീഖിന് മുമ്പ് തന്നെ അറിഞ്ഞു വെക്കേണ്ടതാണ്. ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പറയുന്നില്ലേ, എവിടെ സാർ എന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ദുബൈ കാത്തിക്കാന്ന് പറഞ്ഞു. അയാൾ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ദുബൈയിൽ, ഇല്ലെങ്കിൽ കാര്യം കാണും. അപ്പൊ അയാൾ പഠിക്കൽ നിർബന്ധാവൂലേ? ക്ലാസ്മേറ്റ് കാത്തു നിന്നോ ഇല്ലയോ ഒന്നും ഉറപ്പിച്ചിട്ട് ദുബൈയിലേക്ക് ടിക്കറ്റ് എടുക്കലല്ലേ? ഇങ്ങനെ താരീഖാക്കി പറഞ്ഞ സൗകര്യപ്പെടോ? അല്ലെ ഭക്ഷണം കൊണ്ട് വെച്ച് ഇതെന്താ വേണ്ടി? ഇത് ഇനി ആരും വേറെ ആരും ഭക്ഷണം കഴിക്കാൻ ബാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണോ? ഇതിന് താരീഖായില്ലേ? സ്വാതന്ത്ര്യം കിട്ടോ? തീര പറയപ്പെട്ടിരിക്കുന്നു. ഈ മസല എതിരായിരിക്കുന്നു. തന്റെ ബന്ധുവിന്റെ മുതൽ വിൽക്കുന്ന മസലിയായിട്ട് ഹയാത്തത് അവിടെന്താ മസല പറഞ്ഞു? പയ്യന്റെ അടുത്ത് ഒരു സാധനം എടുത്ത് വിറ്റിട്ട് ഉപ്പാറ്റതാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെച്ചെങ്കിൽ ഇവനിക്കാന്ന് നോക്കുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ വെച്ചിന് ഈ സാധനം ഇവന്റെ തന്നെ, ഇവൻ അറിയുന്നില്ല. ഇവൻ പേടിച്ചിട്ടാ വെക്കുന്നു. ഈ സാധനം ഞാൻ ഇതാ വിറ്റിരിക്കുന്നു എന്ന് പറയുന്നു. അവന്റെ മനസ്സിൽ പേടിയുണ്ട്, ഇത് ആരാൻ്റെതല്ലേ, ഞാൻ കട്ടതല്ലേ, ഈ ബൈ ശരിയാവോ? ആടാ ബൈ ശരിയാ നമ്മൾ നോക്കിയിട്ട് ഈ മസലയായിട്ട് എതിരുണ്ട് പോലും. നമ്മളെ നിക്കാഹിന്റെ മസല ബിജസ്മി സീഗത്തി തമ്മാം ബിജസ്മി സീഗത്തി തമ്മാം ഇപ്പൊ വെച്ചെങ്കിൽ എന്റെ മേത്തായിനെങ്കിൽ എന്നും പറഞ്ഞ ഈ സാധനം ഞാൻ വെക്കുന്നു എന്നല്ലേ? അപ്പൊ കേൾക്കാൻ എന്തേ ഉള്ളൂ? ആ ഓന്റെ മനസ്സിൽ എന്താ ഉള്ളത് നമ്മൾ നോക്കണ്ടല്ലോ. ഓൻ പറഞ്ഞ സീഗ നേർക്കല്ലേ? ബിജസ്മി സീഗത്തി തമ്മാം. അവിടെ ഈ മുത്തലാനാണെന്ന് പറഞ്ഞവരുണ്ട്. മുത്തലാനല്ല ഇവന് കാസിമിനെ ബിജസ്മി സീഗത്തി തമ്മാം تقدم في البيع في الحاشية نشر البابي ما يصحح ذلك. تقدم في البيع في الحاشية അതെ പറ്റുള്ളൂ. തീർത്ത് പറഞ്ഞിട്ടുണ്ട് 4,249 4,249. മുഫരീസിന്റെ മുതലെടുത്ത് വിറ്റില്ലേന്നു. അവൻ ഇപ്പോഴും ഹയാത്തിലുണ്ട് എന്നായി അവൻ കരുതി ഉറപ്പിക്കുന്നു. ഹയാത്തിലുണ്ടാകുമ്പോൾ വിളിക്കാവോ? യഥാർത്ഥത്തിൽ അവൻ മരിച്ചിരിക്കുന്നു. ഈ സാധനത്തിന്റെ മാലിക്കാരനെയാണ്. എന്നാ കച്ചവടം ശരിയാകുന്നില്ലേ? അവിടെ സീക നേരെയായതുകൊണ്ടാണ്. ഇല്ലത്ത് പറഞ്ഞത് വിജസ്മി സീകത്തി സമ്മാൻ വിജസ്മി സീകത്തി സമ്മാൻ ഉണ്ടാൻ പാടില്ല. അവിടെ താരീഖ് തന്നെ ഉണ്ടായാലും പറ്റൂന്ന റസൂലിനോട് യോജിപ്പിച്ചുകൊണ്ട് അവിടെ താരീഖ് കാണാനില്ലല്ലോ എന്നാ നിങ്ങൾ ന്യായം പറഞ്ഞത്. ഇങ്ങനെ പറയാൻ പാടില്ല. താരീഖ് കാണിച്ചാൽ തന്നെ അവിടെ എന്താവും? പറ്റും. ഇക്കാലം വിൽക്കി എന്ന് പറഞ്ഞ് ഇത് എന്റെ വിൽക്കാണെങ്കിൽ ഞാൻ വിറ്റു, വൈകം എതുന്നവും വിൽക്കവോ ഇവന്റെ വിൽക്കാണെന്നുള്ള യാതൊരു വിശ്വാസം എനിക്കില്ല, എന്നാലും പറ്റും. അതുകൊണ്ട് പൽവജുഹു മസലക്കത്തല്ല കളിയില്ലത്തിൽ അൽ ഫർഖു ബി മസീദിൽ ഇഹ്തിയാത്തി ഹുനാ. ഇവിടെ കാരണം പറയേണ്ടത് എന്താണ്?
217 218 പറഞ്ഞ പോലെ എന്താ ഇവിടെ പറയാവൂ? എന്താ കാരണം പറയേണ്ടത്? മസീദുൽ ഇഹ്തിയാത്ത് ബിജസ്മി സീഗത്തി സമ്മാന ജസ്മി ഇല്ലെങ്കിൽ തന്നെ പറ്റുന്നില്ലേ? വയൂഖദു മിൻഹു ഈ ഫർഖിൽ നിന്ന് പിടിക്കെടുക്കപ്പെടും. അന്ന സബ്ബജത്തുക അമത മുബദ്ദിസി ഇൻകാന മയ്യിതൻ എന്ന് പറഞ്ഞാലോ കച്ചവടം പോലെയല്ല. അമത്തിന്റെ അടുത്ത് കെട്ടിക്കുന്നിടത്ത് ഫർജ് കൈമാറ്റാൻ കർശനം കൂടും. വിറ്റ പോലെയല്ല. ഇതേ മസലയിൽ തന്നെ അമത്തിനെ കെട്ടിക്കുന്ന ഒരു മസല ഉണ്ട്. സബ്ബജത്തുക അമത മുബദ്ദിസി എന്റെ മുബദ്ദിസിനെ അമത്തിന് ഞാൻ കെട്ടിക്കുന്നു. മുബദ്ദിസിനെ വെച്ചെങ്കിൽ ഞാനാ കെട്ടി ഇൻകാന മയ്യിതൻ അത് മാത്രം തന്നെയാണ്. വൈമാന മയ്യിത്തൻ നമ്മൾ നോക്കുമ്പോഴേക്ക് എന്താ എന്നാലും കെട്ടിക്കൽ ശരിയല്ല. അതെ ഹഖീഖിയായ വലിയായിട്ടില്ല. ഇപ്പോ ഞാൻ തന്നെയാണ് ഇതിന്റെ ഓണർ എന്ന് വരട്ടെ. ഇപ്പൊ എന്തായി ബയ്യ പോലെയല്ല. അതെ എന്ന സീരയും പ്രയോഗം തന്നെ وكذا يبطل البيع في مثل ذلك كما يؤخذ مما مر في الآية في باب البيع عن شرح الباب 4249 4249 من القاسم هذا وكذا يبطل البيع في مثل ذلك من القاسم هذا كما مر في الحاشية من القاسم أشياء في باب البيع عن شرح الباب 4249 مسألة. وخرج بولد ولد കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്നല്ലേ. وخرج بولد ولو بشر أحدهم بولد എന്നല്ലേ പറഞ്ഞത്. بولد എന്നുകൊണ്ടുള്ള തഫ്സീറ പറഞ്ഞത്. അതുകൊണ്ട് പുറത്തുപോയി വിവരം കിട്ടിയത് എന്താ? പെണ്ണാണ്. അവൻ പറഞ്ഞു പറഞ്ഞത് ഉറപ്പാണെന്ന് അറിഞ്ഞ ശേഷം വിവരം പറഞ്ഞവൻ സത്യം പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരാൾ പറയാൻ വന്നില്ലേ, അയാൾ സത്യം പറഞ്ഞ അടിസ്ഥാനത്തിൽ ഉള്ളത് നിവൃത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ ഇത് ഈ പറയാൻ വന്ന സത്യം പറഞ്ഞതല്ലേ. പിന്നെ ഇവൻ പറഞ്ഞെന്താ? അത് ഹഖീഖത്തിൽ തഹരീഖല്ല. ഇത് കാരണം ഇൻ എന്നത് ഇത് വഖാഫൂനി കുന്തും മുഅ്മിനീനില്ലേ ആലിമ്രാൻ 175 ജർമ്മനിയിലതാ വഖാഫൂനി കുന്തും മുഅ്മിനീൻ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇത് കുന്തും മുഅ്മിനീൻ തഫ്സീർ കുന്തും മുഅ്മിനീൻ ആലിമ്രാൻ 175 ഹഫീങ്ങളാലില്ലേ കുന്തും മുഅ്മിനീൻ ഇത് കുന്തും മുഅ്മിനീൻ ആലിമ്രാൻ 175 ഇപ്പുണ്ടാ ഏത് ആറാഴ്ചയിലാണ് എന്നോട് ചോദിച്ചാൽ മതി. ഒന്നിനും പറ്റില്ല. അഫലല്ല എല്ലാം കെട്ടിയ ഒരു വ്യത്യാസമില്ല. പഞ്ചരാവാത്ത വേറെ മിസാരി മാനോ ഭാര്യ മരിച്ചു വിവരം കിട്ടി. وتيقن أو أن صدق المخبر فقال إن صدق المخبر فقد زوجت بنتك. നിങ്ങളുടെ ഭാര്യ മരിച്ചു എന്ന് വിവരം വന്ന സ്ഥിതിക്ക് എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു.
നിങ്ങൾക്കൊരു ഭാര്യ വേണ്ടതല്ലേ, അത് എൻ്റെ മകളാവട്ടെ. അറിയോ അവിടെ എന്താ പ്രശ്നമൊന്നും എന്താ പറ്റൂലേ? ിക്കൂ അല്ലാമത്ത് ദുനിയ മുൽക്കീനി ചർച്ച ചെയ്യും. എന്റെ മാലിന്യത്തിനായി താരീഖി പാടില്ല പാടില്ല എന്ന് നിക്കാഹിൽ നിങ്ങളെ പാടി നടന്നില്ലേ? അത് ഇതാരമ്യത്തിൽ മുക്തതല്ലിത്തില്ല. ഇത്തിലാഖിന്റെ തേട്ടം താരീഖ് അല്ലെങ്കിലാണ്. ഇത്തിലാഖിന്റെ തേട്ടം താരീഖ് തന്നെയാണെങ്കിൽ പറ്റൂ. ഇത് പാടില്ല എന്ന് പറഞ്ഞതോ അന്ന മാലിന്യത്തിനായി താരീഖി ഇതാരം യക്കുൻ ആ താരീഖ് ആയിട്ടില്ലെങ്കിലാണ് മുക്തതല്ല് ഇത്തിലാഖി. ഇത്തിലാഖും താരീഖും ഒന്ന് തന്നെയാണെങ്കിലോ ഇത്തിലാഖ് എന്താണോ അതന്നെയാണ് താരീഖും. എന്നാല് പുതിയതൊന്നും അറിയാനൊന്നും ഇല്ല പോലെ എന്നാല് പറ്റില്ല. അന്ന മാലിന്യത്തിനായി താരീഖി താരീഖ് പാടില്ല എന്ന് പറഞ്ഞത് ഇത്തിലാഖിന്റെ മുക്തത അല്ലാതെ വരുമ്പോഴാണ്. ഇത്തിലാഖിന്റെ മുക്തതയും താരീഖിന്റെ മാനിയും ഒന്നാണെങ്കിലോ പറ്റൂ? ഇല്ല, രണ്ടും ഒന്നാണെങ്കിൽ ഏത് രണ്ടും? താരീഖും കാപത്ത് പെണ്ണ് ദൂരത്ത് പോയി സമയം നോക്കിയാ പറയപ്പെടുന്നുണ്ടോ വെച്ചിരുന്നു. ഒരമേസ്ബത്ത് ഒരപ്പുമില്ല. ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞ് വെച്ചിരുന്നു, മറ്റൊരാളോട് നേടുന്നു വെക്കുന്നു. കുഴപ്പമുണ്ട്. എന്നിട്ട് ഇങ്കാലത്തെ ഹയ്യത്തുണ്ട്. എന്റെ മകളാ അയാത്തുണ്ടെങ്കിലേ കെട്ടിച്ചൊരു ഫലമുള്ളൂ. അതോ ഈ ഇങ്കാലത്തെ ഹയ്യത്ത് എന്ന് പറഞ്ഞത് അത് നിക്കാഹിന്റെ ശരിയായ വാക്കന്നെ അല്ലേ? അത് ഇത്തിലാഖായാലും താരീഖായാലും എല്ലാം കണക്കന്നെയല്ലേ? ഇവിടെ എന്താ ഉണ്ടാ അയാത്തുണ്ടെങ്കിലല്ലേ എന്തുള്ളൂ? ആ ഇല്ല, ഞാൻ താരീഖ് കണ്ടാടുകയെന്ന് വരും. താരീഖ് കാണാനേ പാടില്ല. താരീഖ് കണ്ടാടുകയെന്ന് വരും. ഈ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അതിനെ മാറ്റി വെക്കാൻ കഴിയോ? വന്നതറു ഈ അസ്ലിബക്കായിൽ ഹയാത്തി വന്നതറു നോട്ടം ഹയാത്ത് ബാക്കിയാകലല്ലേ അസ്ലി എന്ന നോട്ടം. അതിന്റെ സ്ഥാനത്തെത്തൂല. അതുകൊണ്ട് തൈലീക്കായിട്ട് തന്നെ അത് കെട്ടിക്കിടക്കും. അയാത്തുണ്ടോ ഇല്ലെന്ന് ആദ്യം ഇന്നത് കെട്ടിക്കണം. തയക്കുനു സിദ്ദിഖിന്റെ സ്ഥാനത്തോ നെന്നു സിദ്ദിഖിന്റെ സ്ഥാനത്തോ ഇത് നിൽക്കൂല. അയാത്ത് ബാക്കിയായാലല്ലേ അസ്ലി എന്നത് പകരം നിൽക്കൂല. അപ്പൊ അറിയന്നെ വേണം. അപ്പൊ പ്രശ്നം തന്നെയാണ്. മറ്റുള്ളവർ വേടായി വിട്ടു. വെറുതെ അതാ തൊള്ളക്ക് തോന്നിയാ പറയില്ല, അതിന്റെ വേത്ത. അത് ശരിയും തെറ്റും എല്ലാം ഉണ്ടാവും. ഇങ്ങനത്തെ ഫുലാന മൗലിയത്തി പകർത്ത് സംഭവിച്ചുക. ഇന്നാലിന്ന ഫുലാനുണ്ടല്ലോ, അത് എന്റെ മൗലിയത്താണ്. എന്റെ ഉത്തരവാദിത്തത്തിലുള്ള പെണ്ണാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇടയാക്കി തന്നു. എന്റെ പിടുത്തത്തിലല്ലെങ്കിൽ ഇല്ല. ഈ പെണ്ണിനെ കെട്ടിക്കേണ്ടതാരാന്ന് അറിയില്ല. ഞാൻ തന്നെ ആളെങ്കിൽ കെട്ടിച്ചു തന്നു. അവിടെ പറ്റും പോലും അവിടെയും പറ്റും. അവിടെ പറ്റിയത് കൊണ്ട് കൽബൈഇ ഇതിലാ താരീഖ ഫിൽ ഹഖീഖത്തി കെട്ടിക്കേണ്ടതാരാന്ന് നിർണയിക്കാനല്ലേ? ഇതിന്റെ അധികാരം ഉണ്ടെങ്കിൽ കെട്ടിക്കും, വലിയ പറഞ്ഞാൽ കെട്ടിക്കും. പെണ്ണ് പാകലപ്പല്ലേ കൊണ്ട് പക്ഷേ വയതായിന് ഹംലുല്ലഫലി ഇൻകാനത്ത് ഫുലാന മൗലിയത്തി എന്ന് പറഞ്ഞതിനെ ചുമത്തണം. അവിടെ തൈലീഖില്ല, നിക്കാഹ് സഹിയാണ് എന്ന് പറഞ്ഞത് അതെവിടെയാണ്? മൗലിയത്ത് തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് ഉള്ളത് എടുത്തു പറഞ്ഞ മാത്രം. ഇവന്റെ നഫ്സുൽ അംറിൽ ഹൃദയത്തിൽ കത്തി പ്രകാശിക്കുന്നുണ്ട്, ഞാൻ തന്നെ കെട്ടിക്കേണ്ടി വരത്ത് എന്ന് ഭാവന മികച്ചെടുത്താണ് ആ പറഞ്ഞത്. ഒരു ഇടയാട്ടാണ്, ഞാനായിരിക്കോ കെട്ടിക്കല് അല്ല മറ്റേ ആളായിരിക്കോ എന്ന് ആടിയെടുത്ത് പറ്റോ? പിന്നെ
തന്നെ ഉള്ളതാണ്. എന്നിട്ട് തൈലീഖിന്റെ സൂറത്തിൽ താഴ്മോട്ട് പറഞ്ഞതാണ്, ഞാനാണ് ഇന്ന് ഞാൻ കെട്ടിച്ചേർന്നു. മനോഹരത്തിൽ മറച്ചു വെച്ചിട്ടുണ്ട് ഇത്. പിന്നെ രണ്ടാമത്തെ ചുമത്തണം ഏതാ? അത് അലാമായിരം തൈലീഖ. തൈലീഖ് കരുതാനടുത്ത് മാത്രം. തൈലീഖ് കരുതിപ്പോയില്ലെങ്കിലോ പറ്റൂല. തൈലീഖ് കരുതിയെടുത്ത് തീരെ പറ്റൂല. കൊണ്ടല്ലേ ഇൻഷാ അല്ലാഹ് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നിക്കാഹിൽ ഇൻഷാ അല്ലാഹ് ചേർത്ത ആകെ പോയില്ലേ, ചെല്ലെടുത്തോളോ നിക്കാഹിൽ ഇൻഷാ അല്ലാഹ് ചേർക്കൽ. അത് നിഹായ മുഗ്നി പറഞ്ഞിട്ടുണ്ടല്ല, മനുഷ്യ നീ ഇൻഷാ അല്ലാഹ് ചേർത്തക്കല്ല, അത് വലിയ കുടുക്കാണ്, പ്രശ്നമാണ്. വർക്കത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്താക്കിയേക്കണ്ട. ഇൻഷാ അല്ലാഹുവിന്റെ കയ്യിലുണ്ട്, അവിടെ നല്ല സ്ഥലത്തുണ്ട്, കണ്ടെത്തണ ഇൻഷാ അല്ലാഹുവിന്റെ മസല. ചില ആൾ വെച്ചും വർക്കത്താക്കാൻ നിക്കാഹിന്റെ എന്ത് വെക്കും? ഇൻഷാ അല്ലാഹ്. വിട്ടൊഴിയേണ്ട വാക്കാണത്. ഇൻഷാ അല്ലാഹ് വെച്ചാൽ ഇടങ്ങേറാണ്. വർക്കത്തിനാണ് എന്ന് പ്രത്യേകം ഹാജരാക്കിയാൽ മാത്രം പറ്റും. ഇത്തലാക്കാക്കുകയോ തഹരീക്കാക്കുകയോ ചെയ്താൽ പറ്റൂല. നിഹായ മുഗ്നി സർവാനി ഇൻഷാ അല്ലാഹുവിന്റെ മസല. ഇൻഷാ അല്ലാഹുവിന്റെ മസല എന്താണ്? തഹരീക്കാക്കുകയോ ഇത്തലാക്കാക്കുകയോ ചെയ്താൽ ഇൻഷാ അല്ലാഹ് കൊണ്ട് എന്തായി പോകും? നിക്കാഹ് ബാത്തിലായി പോകും. പിന്നെ അവിടെ ശരിയാകലി ബർക്കത്ത് നിന്ന് പ്രത്യേകം കരുതിയിട്ടുണ്ടെങ്കിൽ മാത്രം ഉണ്ടാവും. പഠിച്ചോനെ അതെ അതേ എന്താ 223 നോക്ക്. ഇൻഷാ അല്ലാഹ് തൈലീഖ് കരുതി അല്ലെങ്കിൽ ഒന്നും കരുതിയില്ല, നിക്കാഹ് പോയതല്ലേ. തബറുക്ക് മാത്രം കരുതിയാൽ പറ്റും. നിഹായ അടിയിൽ നിന്ന് 5-ാമത്തെ വരി 6-ാമത്തെ വരി വലായസിഹു തൈലീഖുവിന്റെ അവിടെ മറുപടി അലുഖാൻ സംഭവിച്ചിട്ട് ഇൻഷാ അല്ലാഹ് തൈലീഖ് കരുതി അല്ലെങ്കിൽ ഇത്ലാഖാക്കി പറ്റോ? തബറുക്ക് കരുതി അല്ലെങ്കിൽ എല്ലാം ഒന്നെ ആക്കുന്നെന്ന് കരുതി പറ്റും. കുഞ്ഞുങ്ങളെ അയ്യല്ല അയച്ച ഒഴിവാക്കിയാൽ മതി. ഞങ്ങൾ കരുതുന്ന ആരാണ്? മൈതാനം വിരുദ്ധ തരീക്ക വലായിക്കാസുബിൽ ബൈ. നിങ്ങൾ ഒരിക്കലും കൽബൈ എന്ന് പറയാൻ പാടില്ല അല്ലേ? അനി എണ്ണാനും ഒന്നാ ബൈയിനോട് അങ്ങനെ ഗ്യാസ് തക്കറ ഇത് 223 പറഞ്ഞില്ലേ, മസീദുൽ എത്തിയാത്തുള്ളതാണ്. അപ്പൊ ഒരിക്കലും കൽബൈ എന്ന് പറഞ്ഞിട്ട് കളി ഉദ്ധരിക്കാൻ പാടില്ല. പറ്റോ? വലാ തൗഖീതുഹു ഏതും ശരിയല്ല. നിക്കാഹ് തൗഖീത് പറ്റൂല, താൽക്കാലികം പറ്റൂല, സമയം നിർണ്ണയിക്കാൻ പാടില്ല എന്നാണ്. 2 മണിക്ക് നിക്കാഹ്, പിന്നെ 5 മാസത്തേക്ക് എന്താക്കാ കെട്ടിക്കുന്ന, പിന്നെ ഈ സൈക്കിളെല്ലാം മടക്കി കൊടുക്കുന്ന പോലെ പിന്നെ മടക്കി കൊടുക്കല്. തൗഖീത് താൽക്കാലികം. അതന്നെ മുദ്ദത്തി മാലൂമാണ്. എന്താ കൃത്യമായ മുദ്ദ, ഇത്ര മണിക്കൂർ ഇത്ര സെക്കൻഡ് പറ്റോ? ഇല്ല. അത് മജ്ഹൂല. മാലൂമായാലും മജ്ഹൂലായാലും മാലൂമ 1 മാസം, മജ്ഹൂല ചെയ്ത് വരുന്ന വരെയായിരുന്നു. എപ്പായാലും വേണ്ടിയില്ല, ചെയ്ത് വന്നാൽ മതിയാക്കണം. അങ്ങനെ പറ്റോ? വന്നിട്ടുണ്ട് നിക്കാഹിൽ മുത്തുഅത്ത്. താൽക്കാലിക നിക്കാഹിനെ തൊട്ട് എന്ത് വന്നിട്ടുണ്ട്? മുത്തുഅത്തിന്റെ നിക്കാഹ്. സബ്റത്ത് ബിൻ മഅബദിൽ ജുഹനി പറയുന്നു, അന്ന റസൂലുള്ളാഹി നഹാനി മുത്തുഅത്തി. താൽക്കാലിക നിക്കാഹ് നടന്നിട്ടുണ്ട്. കെട്ടുന്നങ്ങളെ എന്നേക്കും കെട്ടണം, വേണ്ടെങ്കിൽ തലാക്ക് ചൊല്ലിക്കോടണം. കെട്ടുമ്പോൾ തൽക്കാലം എന്ന് പറയാൻ പാടില്ല. തൽക്കാലം എന്ന് പറഞ്ഞിട്ട് കെട്ടലുണ്ടോ? ഹലോ, ഇന്നഹാ മുത്തുഅത്തിന്റെ നിക്കാഹ് ഹറാം മിൻ യൗമിക്കും ഹാദാ ഇലാ യൗമിൽ ഖിയാമ. ഇന്ന് മുതൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. മുസ്ലിമിലുണ്ടത്. തൽക്കാലത്തേക്ക് കെട്ടലൊന്നും ഇസ്ലാമിലില്ലാത്തവർ ഇത് തൽക്കാലം കെട്ടുന്നതുകൊണ്ട് നേർക്ക് കെട്ടിക്കൊള്ളണം. മുത്തുകത്ത് എന്ന് പറഞ്ഞാൽ വെറും ചുംബിക്കാൻ അല്ലെങ്കിൽ മണപ്പിക്കാൻ അല്ലെങ്കിൽ തൽക്കാലം ആസ്വാദനത്തിന് പറഞ്ഞാക്കില്ല. ഹോട്ടലോ ഒരു ഇണയാക്കി നടത്തലോ അല്ലെങ്കിൽ ഗർഭം ധരിപ്പിക്കലോ കുട്ടി ജനിക്കലോ സാമ്പത്തിക ജീവിതം ഒന്നും മുറാദല്ല. പോയി മുത്തുകത്ത് താൽക്കാലിക സുഖാനുഭൂതി. അതിൽ ഫത്ഹുൽ പറഞ്ഞത് ഫത്ഹുൽ എടുക്ക്. നിങ്ങളുടെ കിതാബിലുണ്ട് ഫത്ഹുൽ കൊട്ടേഷൻ. ഫത്ഹുൽ 4-ാമത്തെ
എടുക്ക് 347 347 കിട്ടിയില്ലേ? ആ എന്താ മനുഷ്യ നീ തൽക്കാലത്തേക്ക് കെട്ടണ്ട. 347 മനുഷ്യ അത് നിങ്ങളെ ചെറുവാനിയിലുണ്ട് 14-ാം പേജ്. 14-ാം പേജ് നോക്കിയേ. 10 മിനിറ്റ് കൊട്ടേഷൻ കൊടുത്തിട്ടതോ അലാമായത് ഫീറ്റിഞ്ചല്ലേ നിങ്ങളെ ചെറുവാനിയിലതാ 14-ാം പേജ് 10 മിനിറ്റ് കൊട്ടേഷൻ. 10 മിനിറ്റ് കാവൽ കൊടുത്തിട്ടില്ലേ? അത് എത്രയാ 10 മിനിറ്റ്? 347 മുറാദ്. ആ പിന്നെ ഇനിയും 2 വട്ടം വരും. ഇനിയും വന്നോണ്ടിരിക്കും. ഇനിയും വരും. അങ്ങനെ തന്നെ താൽക്കാലിക നിക്കാഹ് ജായിസായിരുന്നു. അവലൻ ഇസ്ലാമിന്റെ തുടക്കത്തിൽ റുഖ്സത്തൻ വിട്ടുവീഴ്ച എന്ന നിലക്ക് ഗതികെട്ടവന് അവർക്ക് വരുന്നില്ല പോലും ഇൻസാനാകുന്നു. അതുകൊണ്ട് യുദ്ധത്തിനൊന്നും വരുന്നില്ല പോലും. അങ്ങനെ ആളെല്ലാം പറഞ്ഞതുകൊണ്ട് മുത്തറിങ്ങൾക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് കെട്ടലും നിങ്ങൾ 2 മണിക്കൂറത്തേക്ക് കെട്ടിക്കോ, നിങ്ങൾ മടക്കി കൊടുത്തേരും ചില്ല പൈസ കൊടുത്തിട്ട്. അന്നേരം ആ സൈക്കിളെല്ലാം വാടക കിടക്കുമ്പോൾ പറഞ്ഞു, ഇന്ന് മകരിബ് മുതൽ നാളെ ഫജ്ർ വരെ മാത്രം നിങ്ങളുടെ മകളെ ഞാൻ പണിയാക്കി തന്നു. കെട്ടി തൽക്കാലം മുത്തറിങ്ങൾക്ക് ഇൻസാലുകളുടെ ബുദ്ധിമുട്ടാകുന്ന ആളുകൾ അതുപോലെ പെണ്ണില്ലാണ്ട് മണിക്കൂർ തീരുന്നാളില്ലേ അവർക്ക് മാപ്പ് കൊടുത്തു. പിന്നെ പിന്നെ ഇന്റർനാഷണലിലേക്ക് ഇനി ഒരു കാരണത്താലും എന്ത് ജായിസല്ല യാതൊരു കാരണത്താലും ഇലായൗമിദ്ദീൻ കൊണ്ടുവന്നത് ഒരു നിലക്കും എന്ത് ഇനി പറ്റൂല. എന്നേക്കുമായിട്ട് കുറെ മാറ്റലും തിരുത്തലും വന്നിട്ടുണ്ട്. മുസ്ലിത്തിന്റെ നിക്കാഹ് അതിന്റെ ജായിസാക്കി, പിന്നെ ഹറാമാക്കി, പിന്നെ ജായിസാക്കി, പിന്നെ എന്നേക്കും ഖാലിദ മുഖല്ലതായിട്ട് എന്തായി ഹറാമാക്കി. ഇങ്ങനെയല്ലാണ് സംഭവം. അങ്ങനെ ചിലരെല്ലാം അങ്ങനെ ആവർത്തിച്ചിട്ടുണ്ടല്ല. പിന്നെ സ്പഷ്ടമായ നസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടു. അല്ലതീ എങ്ങനെയുള്ള നസ്സു സരീഹാണ് ഇബ്നു അബ്ബാസിൻ. ഈ നസ്സെങ്ങാനും റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് എത്തിയിരുന്നെങ്കിൽ ലം യസ്തമിറ ഇത് ഹലാലാണെന്ന് ഉറച്ചു നിൽക്കൂലായിരുന്നു. അവർ തൗബ ചെയ്ത് മടങ്ങുമായിരുന്നു. മുഖാലിഫൻ കാഫത്തിൽ ഉലമായി എങ്ങനെ അടച്ചു നിന്നത്? സർവ പണ്ഡിതന്മാരെയും വെട്ടിച്ചുകൊണ്ട്. സർവ പണ്ഡിതന്മാർക്കെതിരല്ലത്. അങ്ങനെ പറയൂലായിരുന്നു. ആര് പറഞ്ഞു പോയതെന്നെ ഈ നസ് ആർക്കെത്തിയില്ല. ആ നബി തങ്ങൾ പണ്ട് പറഞ്ഞ ആ വാക്കിന്റെ മേലെയാ പിടിച്ചിട്ട് തൽക്കാലം കെട്ടാന്ന് പറയും. ഇത് റീഫണ്ടാക്കി പുതിയ വിധി കൊണ്ടാകുന്നത് ആരറിയുന്നില്ല. ആ അതുകൊണ്ട് ഇബ്നു അബ്ബാസ് അല്ലേ പറഞ്ഞു എന്നും പറഞ്ഞത് നിങ്ങൾക്ക് തൂങ്ങണ്ട. പിന്നെ ഇബ്നു അബ്ബാസ് പറഞ്ഞതൊന്നും ഇവിടെ എടുക്കൂല കേട്ടോ. അതിലെന്താണ് 10 മിനിറ്റ് എന്തുകൊണ്ടല്ല അടുത്ത ഇനിയുമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു. അതെ മുഖാലിഫൻ കാഫത്തുൽ ഉലമായി അടവയ്ക്ക്. മുഖാലിഫൻ കാഫത്തുൽ ഉലമായി അതെ അതെ ചുബത്ത് ഒന്നുമല്ല. അവർ തെളിവ് അറിയൂലേ? ഇബാറത്ത് ഫത്തുൽ മൈൻ 348 ഫത്തുൽ മൈൻ ഇബാറത്ത് തൽക്കാലം നിക്കാഹ് ചെയ്ത് എന്താ വേണ്ടി? ദിനാന്റെ ഹദ്ദെടുക്കല അല്ല, മറു കൊടുക്കണം. നസബ് കുത്തി ചേർക്കണം ഇവരിലേക്ക്, ഇതിരിക്കണം. അത് വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ ഇവർ താങ്ങി പറഞ്ഞു കളിയല്ല, നമുക്കൊന്നും പറയാൻ പറ്റൂലല്ല. അതുകൊണ്ട് തൽക്കാലം ശിക്ഷയൊന്നും വേണ്ടാന്നാണ്. സാധാരണ നിക്കാഹ് പോലെ തന്നെ വകവെച്ചു കൊടുത്ത് മുത്തുകത്തിന്റെ നിക്കാഹ് ചെയ്താൽ ഈ മഹദ് വേണം. മധുവിൽ മിസ് ജിനയായിട്ട് കൂട്ടണ്ട. നസബ് ചേരൂലേ?
ഇവന്റെ കുട്ടിയാവൂലേ? ഇരിക്കണ്ടേ? അത് എറിഞ്ഞു കൊല്ലലുണ്ടാ? അത് ആരെ പരിഗണിച്ചുകൊണ്ടാ? ആരിൽ നിന്ന് നമ്മളെ പറ്റിപ്പോയി. ആ കേട്ടാ. അത് അടിയുണ്ടല്ല. വഹിക്കായത്ത് റുജൂഇ ഇല്ലേ? വഹിക്കായത്ത് റുജൂഇ അൻഹു എന്താ? ഇതിനത്തോട്ട് മടങ്ങി എന്നത് ഒരിക്കലും ശരിയല്ല, മടങ്ങിയിട്ടേ ഇല്ല. ഓരോ അന്തിമം വരെയും പറ്റുമെന്ന വാദം ഉന്നയിച്ചിട്ടുണ്ട്. كما قاله بعضهم عن جميع من السلف أنهم وافقوه في الهل. ഇബ്നു അബ്ബാസ് തങ്ങള് ഹലാലാണെന്ന് പറഞ്ഞാലും നമ്മൾ തൽക്കാലം ഉണ്ടായിട്ടുണ്ട് ഒരിടനെ തർക്കിക്കലും കൊണ്ട് ഉണ്ടായി ഒത്തു നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്മാറിയ ചരിത്രം ഇല്ല. ലാകിൻ ഖാലഫൂഹു. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് തിരാവണ്ടിയും വന്ന് فقالوا لا يترتب عليه احكام النكاح لا يترتب عليه احكام النكاح. ഈ പിന്മാറിയിട്ട് ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞോണ്ട് നമുക്ക് നോക്കിയിട്ട് ഫലയില്ല എന്ന് പറഞ്ഞ് രാജിവെച്ച്. അപ്പൊ അത്രത്തോളം ആരും മാറിയിട്ടില്ല. ഒരു സലഫി ഇബ്നു അബ്ബാസ് തങ്ങളോട് ഒത്ത് പിന്നെ ഒത്തത് രക്ഷമാണെന്ന് പറഞ്ഞാൽ പിന്മാറി. അത്രത്തോളം ആരും മറന്നില്ല എന്ന വാക്കുകൊണ്ട് നാസയത്തൊക്കെ ചെയ്യും. ഈ ഹിക്കായത്തിൽ ഇജ്മാൽ കൊണ്ട് വന്നിട്ടില്ലേ? ഇജ്മാൽ എവിടെ? വബിഹാദാ നാസയത്തൊക്കെ ചെയ്യും. فقال الخلاف محقق وإن دعا جمع نفيه. ഉത്തരത്തിന്റെ നിക്കാഹ് ഇജ്മാ കൊണ്ട് ഹറാമാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവിടെ ദർഗസി പറയേണ്ടി വന്നില്ലേ? എന്ത് ഖിലാഫുണ്ട്? ആരെ ഖിലാഫം? ഖിലാഫം ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ പറഞ്ഞാൽ വിജയിച്ചിട്ടില്ല. ഇജ്മാ എന്തിൽ പറയുന്നത്? ഇബ്നു അബ്ബാസ് ഇവന്നെ അല്ലേ? അൽ ഖിലാഫു മുഹഖഖാണ്. ഒരു ജന്മതില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതേപോലെ മാറ്റുകയും തിരുത്തുകയും ചെയ്തതാണ് ഇത്. നാട്ടുകഴുതയെ തിന്നുന്ന മസാല. ഇമാമിന്റെ മുഹമ്മദ് കിതാബിന്റെ കുത്തുബ് പോലെ സുക്കൂനല്ല, മീമിന്റെ സുക്കൂന് അത് അഹമ്മദിന്റെ എമ്മാവും. ചുകന്നത് അതല്ല. കിതാബ് കുത്തുബ് പോലെ ഇതേ പ്രശ്നം എവിടെയുണ്ട്? എവിടെയുണ്ട്? ആ കട്ടുകഴുതയിലുണ്ട്. കുരിമത്ത് മറത്തേന് വീണ്ടും എന്താക്കണ്ടി ഹറാമാക്കിയിട്ട് മാറ്റിക്കൊണ്ടുണ്ടായി. പിന്നെ തൽക്കാല നിക്കാഹ് പറ്റുമ്പോഴും ഇതാ നിന്റെ ഹയാത്ത് കാലം മുഴുവൻ കെട്ടിച്ചു തന്നു. പെണ്ണിന്റെ ഹയാത്ത് കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല പോലും. ഉള്ളത് പറഞ്ഞേ ഉള്ളൂ എന്ന് വിൽക്കുന്ന ഇമാമ് വാദം ഉന്നയിച്ചു. കാരണം എന്നഹു തസ്രീഹും ബിമുഖ്തദൽ വാഖിഈൻ, ഉള്ളത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഹയാത്ത് കാലം മുഴുവനും നിങ്ങൾക്ക് ഇണയാക്കി തന്നു. എൻ്റെ പെണ്ണ് ഹയാത്തിരിക്കുന്ന കാലത്തോളം അത് പറ്റൂ. ആ തൗഹീദ് അനുവദിക്കുമ്പോൾ പ്രശ്നമാക്കണ്ട. അടാ ഇവൻ കടയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടിട്ട ഇല്ല. എനിക്ക് എത്ര വരെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ തൗഹീദ് പറ്റും, തത്വമീ പറ്റും എന്ന വാദം ഉന്നയിച്ചു. 347 348 തൗഹീദിൽ നിന്ന് ഈ ജാതി ഇങ്ങനെയുള്ള തൗഹീദ് പറ്റുമ്പോൾ ഇങ്ങനെയുള്ള തൗഹീദ് പറ്റുന്ന മതി. 347 അതാ തൗഹീദ് പറ്റും. ആ ആ
ആ ആ നിങ്ങളെല്ലാം പറ്റുമ്പോൾ അതിനെന്താ മുടക്കമെന്ന് പറഞ്ഞു. ഇത്ര അല്ലാണ്ട് ഒരു പെണ്ണ് ആവശ്യമുണ്ടാ അയാൾക്ക് കാലം അല്ലാണ്ട് പിന്നെ മരിച്ചിട്ടൊന്നും ഞാൻ പെട്ടെന്നല്ല അതുകൊണ്ട് നമുക്ക് ഇത് പറ്റുള്ളൂ. അങ്ങനെ ബാധിച്ചവരുണ്ട്. ഇങ്ങനെ പറ്റല് മരണം വരെ മാത്രമാ പെണ്ണ്, അവതരല്ലേ പെണ്ണ്. ഇത് അയാത്ത് കാലത്തേക്ക് തന്നു, അയാത്തിന്റെ അപ്പുറത്തോ ബർസഖിയായ ജീവിതത്തിൽ ഇതേ പെണ്ണെന്നെ വരണ്ടേ. അപ്പൊ നിക്കാഹിന്റെ എല്ലാ പ്രയോജനവും അയാത്തോടെ തീർന്നോ? തൽക്കാലം നിലച്ചു എന്നല്ലാതെ ഇവനും ആ പെണ്ണുമായിട്ടല്ലേ ചേർന്ന്. അപ്പൊ പിന്നെയും തുടരുന്നുണ്ട്. ഇപ്പൊ കട്ടിങ് വന്ന് എന്താണ് അതാ 207 പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പിന്നെ പറ്റിയത് എല്ലാം മുറിഞ്ഞെങ്കിൽ പച്ചയാജിനെത്തായി ഒന്നിനും കൊള്ളൂലെങ്കിൽ പിന്നിങ്ങനെ മഹറമിനെ പോലെ നോക്കിക്കോന്ന് 207 ചെറുവാനിയിലെന്നാ പറയും. 10 മറ ഇനിയും വിവാഹ ബന്ധത്തിന്റെ അടയാളം ബാക്കിയുള്ളതുകൊണ്ടല്ലേ 10 മറ എന്തായത് പറഞ്ഞത്. എന്ത് ഫഖദ് മറ ആറ്റ് വരിയില് അത് 207 فالتاريخ بالحياة المقتضي لرفعها كلها بالموت മുഴുവനും മൗത്തോടു കൂടെ ഉയർത്തപ്പെട്ടു എന്ന് തേടുന്നതായ താരീഖ് മുഖാലിഫുൽ മുഖ്തദാഹുവിനെ ഇതിന്റെ മുഖ്തദാക്ക് തന്നെ എതിരാ. നിക്കാഹ് ഈ ഹയാത്ത് കാലത്തേക്ക് മാത്രമാണ് നിക്കാഹ്, പിന്നെയും വേണ്ടേ? അപ്പൊ ഒരു സെക്ഷൻ കൊണ്ട് നിർത്തിയില്ലേ? ഇത്രയും പറഞ്ഞത് കൊണ്ട് അവരുടെ ഇതിലാക്ക് ശക്തിപ്പെട്ടു. പറ്റൂല, ഹയാത്ത് കാലം കൊണ്ട് നിർണയിച്ചാലും പറ്റൂല. വേണ്ട 50,000 കൊല്ലം എന്ന് പറഞ്ഞു, പറ്റോ? ഒന്നും പറ്റൂല. തൗഹീദേ പറ്റൂല. അറിയപ്പെട്ടു കഴിഞ്ഞു. അൽ ഫർഖു ബൈന ഹാദാ വഹബ്തുക അഅമർതുക മുദ്ദത ഹയാതിക എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്ക് ഞാൻ സാധനം തന്നു, നിങ്ങളുടെ ഹയാത്ത് കാലം മുഴുവൻ ആചാരത്തിൽ കൊടുക്കും. അങ്ങനെ ആടങ്ങനെ പറ്റിയിരുന്നു. ഹയാത്ത് കൊണ്ട് നിയന്ത്രിച്ചില്ല. എപ്പോഴേക്ക് കൊടുക്കട്ടെ? ഓശാരം കൊടുക്കുമ്പോ ഓശാരത്തിന്റെ ശക്തിയിൽപ്പെട്ടതാണ് തൗഹീദ്. അവിടെ തൗഹീദ് പറ്റിയല്ലോ. അവിടെ നമ്മള് നിലയിൽ പിടിക്കേണ്ടി വന്നത് എന്താണ്? ഹദീസ് സാക്ഷി നിന്നത് കൊണ്ടാണ്. നിന്റെ ഹയാത്ത് കാലം മുഴുവൻ ഞാൻ തന്നു എന്ന് പറഞ്ഞാൽ പറ്റും. 6,301 എന്ന് നബിതങ്ങൾ പറഞ്ഞ സ്ഥിതിക്കാൻ തർക്കിക്കുന്നു. 6,301 അതാണ് വായിക്കറ. അല്ല സിഹത്തിൽ ഹദീസുകാരുണ്ട് 6,301 ഒരു മുടക്കമില്ല. അതെ 6,301 ലെസ് പറയുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞ് മനുഷ്യ നീ സദഖ കൊടുക്കുമ്പോൾ നിന്റെ ഹയാത്ത് കാലം മുഴുവൻ ഞാൻ തന്നു എന്ന് പറഞ്ഞാൽ ഒരു മുടക്കമില്ല. അത് ഇവത്ത് തന്നെയാണ് 6,301. പിന്നെ ഹദീസിന്റെ നേരെ നമുക്ക് മുണ്ടാൻ പറ്റോ? അതുകൊണ്ടാണ് അവിടെ ചെമ്പം മുണ്ടാത്. അടിയും മുണ്ടണം ഉണ്ടായി. ഇത് ഇവത്തെല്ലാണ്ടാക്കാൻ ചെമ്പക്ക് പറയാൻ പറ്റോ? ബഹുവൈലത്തായ പുതിയ അക്രം ആദീസത്തായ അത്ഭുതം. അപ്പോ ഒരക്ഷരം മുണ്ടേണ്ടത് ഞാൻ നമുക്കുണ്ടാ. അല്ലാഹു ഇതിനെല്ലാം പുറമെ യക്ഫി തലബു മസീദിൽ ഇഹ്തിയാത്തി ഹുനാ ഫാരിഖൻ ബൈനഹു വബൈന ഗൈരിഹി. ഇഹ്തിയാത്ത് എന്ന ഒരൊറ്റ ഇല്ല തന്നെ ഇതിന്റെയും മറ്റിന്റെയും ഇടയിൽ വേർതിരിക്കാൻ. അവിടെ പറ്റിയാലും ഇവിടെ പറ്റണമെന്നില്ല. ഇല്ലേ? പിന്നെ لا يلزم من نفي صحتهما نفي صحة الأقدين. തൗഹീദ് തഅലീഖ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖദേ ശരിയല്ല എന്ന് വരൂല.
തൈലേക്ക് തൗക്കീത്ത് അത് പഞ്ചറായി, അത് പോട്ടെ, അത് ചാടിയ നിക്കാഹ് തന്നെ ഒരു ശരിയല്ല. അങ്ങനെ വെട്ടുപോയി. ആടെ കേടുപറ്റിയുകൊണ്ട് തീരെ നിക്കാഹില്ല എന്ന് പറയാൻ പറ്റൂല. കില തട്ട് ഇരുസൂമിയാലാക്കവായതിന നമ്മളെ നിയമം അനുസരിച്ച് എന്താ, എവിടെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയാൽ എന്തെന്നെ വൈകുന്ന നുക്കിലാൻ സുഫർ ഹനഫി മദ്ഹബിലുള്ള ഏറ്റവും വലിയ വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ സുഫർ, അവർ പറഞ്ഞിട്ടുണ്ട് പുറത്തോട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒന്ന് നീക്കിക്കളയാ. പിന്നെ ശരി തന്നെ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അവിടെ 2 കലക്ഷൻ ആക്കി. അവിടെ ചെറുവാനി 3-ാം വരി എടുത്തേ. 3 ഇതല്ല പല ഉച്ചിറല്ലേ, 223 പല ഉച്ചിറ ഉച്ചന്നല്ല വലവ് ബഷറെന്നല്ല വലവ് ഉച്ചിറൻ. 223 ഇതിന്റെ തെളിവായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് 223 ഇനി അടിയിൽ ഇബിന് കാസിം ചെയ്യാം. ഇബിന് കാസിം 2-ാം വരി ഒരു വിഷിറായിരുന്ന വാങ്ങലുണ്ടായാലും ഒരു വിഷിറായിരുന്ന എന്ന ഇബാറത്ത് കൊണ്ട് നമ്മള് ഇതിന് ഉത്തരം മുട്ടിക്കും. ഒരു ഉച്ചിറക്കത്തുണ്ട്. നിക്കാഹ് ഉൾപ്പെടെ തെറ്റാണ്, അല്ലാണ്ട് തൗക്കീതും തൈലേക്കും പോയി എല്ലാം പോയി. എന്നല്ല പിന്നെ